അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആൻറ്റിന മെഷർമെൻറ്റ്സ് ആണ്. ഓക്കെ, മൊഡ്യൂൾ 2-ലെ ടോപ്പിക്കാണ് ആൻറ്റിന മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിന മെഷർമെൻറ്റ്സിൽ നിങ്ങൾക്ക് ഇമ്പിഡൻസ് മെഷർമെൻറ്റ്, അതുപോലെ റേഡിയേഷൻ പാറ്റേൺ മെഷർമെൻറ്റ്, ഗെയിൻ മെഷർമെൻറ്റ്, അതുപോലെ ഡയറക്റ്റിവിറ്റി മെഷർമെൻറ്റ്, ഈ 4 പാരാമീറ്റേഴ്സിൻ്റെ മെഷർമെൻറ്റ്സാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തേത് വരുന്നത് ഇമ്പിഡൻസ് മെഷർമെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇമ്പിഡൻസ് മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഇമ്പിഡൻസ് മെഷർമെൻ്റ് ആണ്. ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ആൻ ആൻറ്റിന ഈസ് മെഷേർഡ് ബൈ യൂസിങ് 2 മെത്തേഡ്സ്, നെയിംലി ഇമ്പിഡൻസ് ബ്രിഡ്ജ് മെത്തേഡ് ആൻഡ് സ്ലോട്ടഡ് ലൈൻ മെത്തേഡ്. ഓക്കെ, നമ്മൾ 2 മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഇമ്പിഡൻസ് മെഷർ ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ഇമ്പിഡൻസ് മെഷർ ചെയ്യുന്നുണ്ട്. ഇൻപുട്ട് ഇമ്പിഡൻസ് മെഷർ ചെയ്യാനുള്ളത് നമ്മൾ ഇമ്പിഡൻസ് പല ടൈപ്പ്, സെൽഫ് ഇമ്പിഡൻസ്, മ്യൂച്വൽ ഇമ്പിഡൻസ്, ഇൻപുട്ട് ഇമ്പിഡൻസ്, ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇൻപുട്ട് ഇമ്പിഡൻസ് മെഷർ ചെയ്യാനുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻപുട്ട് ഇമ്പിഡൻസ് ക്യാൻ ബി മെഷർഡ് ബൈ യൂസിങ് 2 മെത്തേഡ്സ്, ഇമ്പിഡൻസ് ബ്രിഡ്ജ് മെത്തേഡ് ആൻഡ് സ്ലോട്ടഡ് ലൈൻ മെത്തേഡ്. അതിനകത്ത് ഇമ്പിഡൻസ് ബ്രിഡ്ജ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ലോ ഫ്രീക്വൻസി. ഓക്കെ, ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലുള്ള ആൻറ്റിനാസിൻ്റെ ഇമ്പിഡൻസ് മെഷർ ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഇമ്പിഡൻസ് ബ്രിഡ്ജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. സ്ലോട്ടഡ് ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ഹൈ ഫ്രീക്വൻസി. ഓക്കെ, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിലുള്ള ആൻറ്റിനാസിൻ്റെ ഇമ്പിഡൻസ് മെഷർ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്, സ്ലോട്ടഡ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി ദ മെത്തേഡ് ടു ബി യൂസ്ഡ് ഫോർ മെഷർമെൻറ്റ് ഓഫ് ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ആൻ ആൻറ്റിന ഡിപ്പെൻഡ്സ് ഓൺ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. അതായത് ഏത് മെത്തേഡാണെന്നുള്ളത് ഇൻപുട്ട് ഇമ്പിഡൻസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി. ഇഫ് ദ റേഡിയോ ഫ്രീക്വൻസി ഈസ് ബിലോ 30 MHz, 30 MHz ബിലോ ആണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി ലോ ഫ്രീക്വൻസി ആൻഡ് ദ ഇമ്പിഡൻസ് ബ്രിഡ്ജ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഇമ്പിഡൻസ്. 30 MHz ബിലോ ആണെങ്കിൽ നമ്മളതിനെ യൂഷ്വലി ലോ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടാണ് കൺസിഡർ ചെയ്യാറ്. അപ്പോൾ നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രിഡ്ജ് മെത്തേഡ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി ദ ഫ്രീക്വൻസി എബവ് 1000 MHz, 1000 MHz എബവ് ഉള്ള ഫ്രീക്വൻസി, അതിനെ നമ്മൾ പറയുന്നതാണ് ദ ഫ്രീക്വൻസി എബവ് 1000 MHz ഈസ് കൺസിഡേർഡ് ടു ബി ഹൈ ഫ്രീക്വൻസി ആൻഡ് ദ സ്ലോട്ടഡ് ലൈൻ മെത്തേഡ് ഈസ് പ്രിഫേർഡ് ഫോർ ദ മെഷർമെൻറ്റ് ഓഫ് ഇമ്പിഡൻസ്. അപ്പോൾ അതിനകത്ത് 1000 MHz എബവ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയുന്നു, ഹൈ ഫ്രീക്വൻസി എന്നാണ് കൺസിഡർ ചെയ്യുന്നത്. ഹൈ ഫ്രീക്വൻസി ആൻഡ് സ്ലോട്ടഡ് ലൈൻ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളത്, അതായത് ഇൻ ബിറ്റ്വീൻ 30 MHz ആൻഡ് 1000 MHz, അതിനകത്ത് നമുക്ക് ഇതിനകത്തുള്ള ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. എനി വൺ ഓഫ് ദ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഡിപ്പെൻഡിങ് ഓൺ ദ ആപ്ലിക്കേഷൻ ആൻഡ് അവൈലബിലിറ്റി ഓഫ് മെഷറിംഗ് എക്വിപ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ 2 മെത്തേഡ് ഉണ്ട്, ബ്രിഡ്ജ് മെത്തേഡും ഉണ്ട്, സ്ലോട്ടഡ് ലൈൻ മെത്തേഡും ഉണ്ട്. ബ്രിഡ്ജ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ലോ ഫ്രീക്വൻസി ആൻഡ് സ്ലോട്ടഡ് ലൈൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഹൈ ഫ്രീക്വൻസി. ഓക്കെ, ഇനി ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ആൻറ്റിന ഈസ് മെഷേർഡ് at the pair of electrical terminals of antenna by taking a ratio of the voltage V in applied between the terminals to the current I following due to excitation applied. ഓക്കെ, അതായത് ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ Z എന്ന് പറഞ്ഞാൽ എന്താ, റേഷ്യോ ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് ടു കറൻറ്റ് VI to II, റേഷ്യോ ഓഫ് V സഫിക്സ് I to II, അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് പറയുന്നത് ഇമ്പിഡൻസ് ഓഫ് ആൻറ്റിന കൺസിസ്റ്റ് ഓഫ് ബോത്ത് റിയൽ ആൻഡ് ഇമാജിനറി പാർട്സ്. ദാറ്റ് മീൻസ് ഇമ്പിഡൻസ് ഓഫ് ആൻറ്റിന ഇസ് എ കോംപ്ലക്സ് ഫംഗ്ഷൻ. അതിനെ നമ്മൾ ZA എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു RA + J × XA, വേർ RA കൺസിസ്റ്റ് ഓഫ്, R എന്ന് പറയുന്നത് റെസിസ്റ്റൻസും X എന്ന് പറയുന്നത് റിയാക്റ്റൻസും. ഓക്കെ, RA കൺസിസ്റ്റ് ഓഫ് എന്ന് പറയുന്നത് RR + RL, വേർ RR ഈസ് ദ റേഡിയേഷൻ റെസിസ്റ്റൻസ് ആൻഡ് RL ഈസ് ദ ലോസ് റെസിസ്റ്റൻസ് ആൻഡ് XA ഈസ് ആൻറ്റിന റിയാക്റ്റൻസ്. ഓക്കെ, ആൻഡ് ദ പെർഫോമൻസ് ഓഫ് ആൻറ്റിന ഈസ് ഫ്രീക്വൻസി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ ഇമ്പിഡൻസ് ഓഫ് ആൻറ്റിന എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫംഗ്ഷൻ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു RA + J XA, വേർ RA ഈക്വൽ ടു RR + RL. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ഇമ്പിഡൻസ് മെഷർമെൻറ്റ് ബൈ
വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മെത്തേഡ്. ദാറ്റ് ഈസ് ബ്രിഡ്ജ് മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് മെത്തേഡാണ് ആദ്യം പറയാനുള്ളത്. അപ്പോൾ ബ്രിഡ്ജ് മെത്തേഡിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ it is used to measure antenna impedance at frequencies up to 30 MHz, that is low frequency, and in this method an unknown impedance is measured by comparison with known impedance. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അവിടെ നമ്മളൊരു അൺനോൺ ഇമ്പിഡൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അവിടെ നോൺ ഇമ്പിഡൻസസ് ഉണ്ടാവും, അൺനോൺ ഇമ്പിഡൻസ് ഉണ്ടാവും. എന്നിട്ട് ആ നോൺ ഇമ്പിഡൻസിൻ്റെ വാല്യൂ വെച്ച് നമ്മൾ അൺനോൺ ഇമ്പിഡൻസ് മെഷർ ചെയ്യാറാണ് ചെയ്യാറ്. അതുപോലെ തന്നെ ഇവിടെ നോൺ ഇമ്പിഡൻസ് വെച്ച് കമ്പയർ ചെയ്തിട്ട് അൺനോൺ ഇമ്പിഡൻസ് നമ്മൾ എന്ത് ചെയ്യും, മെഷർ ചെയ്യും. ഇവിടുത്തെ അൺനോൺ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമുക്ക് വേണ്ടത് ആൻറ്റിനയുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് ആണ്. ഓക്കെ, അതിൻ്റെ ഫിഗർ നോക്കാം. അതിൻ്റെ മെഷർമെൻറ്റ് പ്രൊസീജിയറിനകത്ത് ആദ്യം ഫിഗർ നോക്കാം. ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗറിനകത്ത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ ഫിഗർ നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് 4 ആംസ് ഉണ്ടായിരിക്കും. ഇവിടെ Z1, Z2, Z3, Z1, Z2, ZA ആൻഡ് ZP എന്ന് പറഞ്ഞിട്ട്, അതായത് അത് ഒരെണ്ണം ZP എന്ന് പറയുന്ന വാരിയബിൾ റെസിസ്റ്റൻസ് ആണ്, വാരിയബിൾ ഇമ്പിഡൻസ് ആണ്. ഓക്കെ, ZA എന്ന് പറയുന്നതാണ് നമ്മളെ ആൻറ്റിന ഇമ്പിഡൻസ് വരുന്നത്. ZA എന്ന് പറയുന്നത് നമ്മളെ ആൻറ്റിന ഇമ്പിഡൻസ് ഇതാണ്. Z1, Z2 എല്ലാം നമുക്ക് നോൺ ഇമ്പിഡൻസസ് ആയിരിക്കും. ദെൻ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഓർ ഡിറ്റക്ടർ ഉണ്ട്. ഓക്കെ, 1, 2, 3, 4 എന്ന് പറഞ്ഞാൽ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ ഇവിടെ ഫിഗറിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ Z1, Z2, ZA ആൻഡ് ZV, P അല്ല ZV അങ്ങനെ ഒരു വാരിയബിൾ ഇമ്പിഡൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോഡ്സ് 1 and 2, in between nodes 1 and 2, we are applying a variable, ഒരു RF സിഗ്നൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അതാണ് ഇവിടെ ഒരു AC സിഗ്നൽ 1-ൻ്റെയും 3-ൻ്റെയും ഇടയിൽ നമ്മളൊരു RF സിഗ്നൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ നോഡ്സ് 2 and 4 അവിടെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു ഇൻഡിക്കേറ്റർ ഓർ ഡിറ്റക്ടർ കണക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി Z1 and Z2, അതായത് ആംസ് കണക്റ്റിംഗ് Z1 and Z2, അതിനെ നമ്മൾ റേഷ്യോ ആംസ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ZV എന്ന് പറയുന്നത് വാരിയബിൾ ഇമ്പിഡൻസ് ആണ് അല്ലേ. ഈ വാരിയബിൾ ഇമ്പിഡൻസ് നമ്മൾ എന്ത് ചെയ്യും, വാരി ചെയ്ത് ഏതുവരെ വാരി ചെയ്യും, നമുക്ക് ഈ ഇൻഡിക്കേറ്ററിൽ അല്ലെങ്കിൽ ഡിറ്റക്ടറിൽ ഒരു നൾ ഒക്കർ ചെയ്യുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യും, ഈ സംഭവം വാരിയബിൾ ഇമ്പിഡൻസ് വാരി ചെയ്യും. ആ നൾ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദ വോൾട്ടേജ് ബിറ്റ്വീൻ നോഡ്സ് 2 and 4 = 0. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ദ ബ്രിഡ്ജ് കൺസിസ്റ്റ് ഓഫ് 4 amps ആൻഡ് RF signal of about 1 millivolt is given between nodes 1 and 3 and shielded detector of sensitivity about 5 microvolt is connected between 2 and 4 amps. Connecting Z1 and Z2 are known as ratio amps, and ZV is a variable impedance and ZA എന്ന് പറയുന്ന unknown impedance ആണ്. ZV is varied till a null is obtained in the detector and when the bridge is balanced. null occur എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ bridge is balanced, then the potential difference between 2 and 4 V24 = 0, that is Z1 by Z2 = ZA by ZV. അപ്പോൾ ഇതിനകത്ത് നമുക്ക് Z1, Z2, ZA അറിയാം, ZV അറിയാം. അപ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് കണ്ടുപിടിക്കാം, ZV കണ്ടുപിടിക്കാം. ഓക്കെ, ആൻറ്റിന ഇമ്പിഡൻസ് ZA കണ്ടുപിടിക്കാം. ZA = Z1 by Z2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു Z1 by Z2 into ZV. Thus unknown impedance ZA is found. AC ബ്രിഡ്ജസിൻ്റെ കേസസിൽ ഈ ഇമ്പിഡൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ എന്തായിരിക്കും, ഫേസും ഉണ്ടായിരിക്കും. ഓക്കെ, AC ബ്രിഡ്ജസിൻ്റെ കേസിൽ. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് ഇമ്പിഡൻസിനെ എങ്ങനെ എഴുതാൻ പറ്റും, Z1 angle phi1 divided by Z2 angle phi2, ബ്രാക്കറ്റ് അല്ല ആംഗിൾ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ZA angle phi A divided by ZB angle phi V. ഓക്കെ, ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, Z1 ZV ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് പാർട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആംഗിൾ പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് phi1 + phi V.
അതുപോലെ ആർ ജി എസിൽ എന്ത് വരും Z2 ഇൻറ്റു ZA ആംഗിൾ φ2 പ്ലസ് φA. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ, അൺനോൺ ഇമ്പിഡൻസ് ZA ആണ് കണ്ടുപിടിക്കുക, ആൻറ്റിന ഇമ്പിഡൻസ്. അപ്പോൾ ZA അവിടെ നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളത് LHSലോട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും, Z1 ZV ഡിവൈഡഡ് ബൈ Z2. മാഗ്നിറ്റ്യൂഡ് പാർട്ട് ZA ഈക്വൽ ടു Z1 ZV ഡിവൈഡഡ് ബൈ Z2. ഓക്കെ, ഇനി ആംഗുലാർ പാർട്ട് എങ്ങനെ വരിക, ആംഗുലാർ ഫൈ എ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആംഗുലാർ ഫൈ എ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും, ആംഗിൾ ഫൈ എ മാത്രം അവിടെ നിർത്തുക, അപ്പോൾ ആംഗിൾ φ2നെ LHSലോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് വരും, φ1 പ്ലസ് φV മൈനസ് φ2. ഓക്കെ, ഇവിടെ പ്ലസ് ഉള്ളത് LHSലോട്ട് പോകുമ്പോൾ മൈനസ് φ2. ഓക്കെ, ഇനി വരുന്നത് നമ്മൾ മെഷർമെൻറ്റ്സിൻ്റെ കേസിൽ എന്തൊക്കെ പ്രിക്കോഷൻസ് കൺസിഡർ ചെയ്യണം എന്നുള്ളതാണ്. പ്രിക്കോഷൻസ് ഇൻ ദ മെഷർമെൻറ്റ്സ്. ആദ്യത്തെ പ്രിക്കോഷൻ എന്ന് പറയുന്നത് എന്താണ്, ദ ലോഡ് ഇൻഡക്റ്റൻസ് ആൻഡ് ഡിസ്റ്റർബ്ഡ് കപ്പാസിറ്റൻസ് ഇൻ ദ ബ്രിഡ്ജ് ഷുഡ് ബി മിനിമം. രണ്ടാമത്തത് ദ വാരിയബിൾ റെസിസ്റ്റൻസ് ഷുഡ് ബി ഓഫ് ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് ടൈപ്പ്. വാരിയബിൾ റെസിസ്റ്റൻസ് ഷുഡ് ബി ഓഫ് ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് ടൈപ്പ്. മൂന്നാമത്തെ ബ്രിഡ്ജ് ഷുഡ് ബി കാലിബ്രേറ്റഡ് ബിഫോർ ദ ആക്ച്വൽ മെഷർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ 3 പ്രിക്കോഷൻസാണ് നമ്മൾ മെഷർമെൻറ്റിൻ്റെ മുന്നേ എടുക്കേണ്ട 3 പ്രിക്കോഷൻസ് എന്ന് പറയുന്നത്. ലോഡ് ഇൻഡക്റ്റൻസ് ആൻഡ് ഡിസ്റ്റർബ്ഡ് കപ്പാസിറ്റൻസ് ഇൻ ദ ബ്രിഡ്ജ് ഷുഡ് ബി മിനിമം. ഓക്കെ, ലോഡ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ബ്രിഡ്ജിലുള്ള കപ്പാസിറ്റൻസും എന്തായിരിക്കണം, മിനിമം ആയിരിക്കണം. വാരിയബിൾ റെസിസ്റ്റൻസ് ഷുഡ് ബി ഓഫ് ഇൻഡക്റ്റീവ്ലി കോമ്പൻസേറ്റഡ് ടൈപ്പ് ആയിരിക്കണം. ദെൻ ബ്രിഡ്ജ് ഷുഡ് ബി കാലിബ്രേറ്റഡ് ബിഫോർ ദ ആക്ച്വൽ മെഷർമെൻറ്റ്. ഓക്കെ, ദെൻ ഒരു പോയിൻ്റും കൂടി ഇതിനകത്ത് പറയാനുള്ള, ഇനി ഒരു പോയിന്റ് കൊണ്ട് ഇതിനകത്ത് എഴുതാനുള്ളത്, ആസ് ദ പോയിന്റ് 4 ഈസ് ഗ്രൗണ്ടഡ്. നമ്മൾ നേരത്തെ ബ്രിഡ്ജിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 0.24 അക്രോസ് നമ്മൾ നമ്മൾ ഡിറ്റക്ടർ കണക്ട് ചെയ്യുന്നു. ദെൻ 0.4 നമ്മൾ ഗ്രൗണ്ട് ചെയ്യുന്നുണ്ട്. Therefore this method is suitable for the measurement of low frequency grounded vertical antennas. ഗ്രൗണ്ടഡ് വെർട്ടിക്കൽ ലോ ഫ്രീക്വൻസിയിലുള്ള, നമ്മളവർക്കറിയാം ബ്രിഡ്ജ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ലോ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ്. അതിലെ തന്നെ വെർട്ടിക്കൽ ഗ്രൗണ്ടഡ് ആൻറ്റിനാസിൻ്റെ കേസിൽ ഈ മെത്തേഡ് വളരെ സ്യൂട്ടബിളാണ്. ഈ പോയിൻറ്റും കൂടി നിങ്ങൾ അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബ്രിഡ്ജ് മെത്തേഡ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഇമ്പിഡൻസ് മെഷർമെൻറ്റ് ബൈ സ്ലോട്ടഡ് ലൈൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലോട്ടഡ് ലൈൻ മെത്തേഡ് ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻസിലാണ്. ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ 1000 മെഗാഹെർട്സ് ആണ് വരുന്നത്. ഇമ്പിഡൻസ് മെഷർമെൻറ്റ് ബൈ സ്ലോട്ടഡ് ലൈൻ മെത്തേഡാണ്. അപ്പോൾ സ്ലോട്ടഡ് ലൈൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഹൈ ഫ്രീക്വൻസി ആൻറ്റിനാസിലാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ദിസ് മെത്തേഡ് ഈസ് കൺവീനിയൻറ്റ് ആൻഡ് യൂസ്ഫുൾ അറ്റ് UHF ആൻഡ് മൈക്രോവേവ് ഫ്രീക്വൻസീസ്. UHF എന്ന് പറയുമ്പോൾ UHF എന്ന് പറയുന്നത് ശരിക്ക് 300 MHz ടു 3 GHz ആണ് UHF എന്ന് പറയുന്നത്. ആ റേഞ്ചിൽ തന്നെയാണ് നമ്മൾ മൈക്രോവേവ് ഫ്രീക്വൻസി ഓൾമോസ്റ്റ് ആ റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ ജനറലൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എബോവ് 1000 MHz ആപ്ലിക്കേഷൻസിലാണെങ്കിൽ നമ്മൾ ആൻറ്റിനാസിലാണെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നു, ഇമ്പിഡൻസ് മെഷർമെൻറ്റ് ബൈ സ്ലോട്ടഡ് ലൈൻ മെത്തേഡ് യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. 1000 MHz എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ UHF റേഞ്ചിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, ദെൻ സ്ലോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. സ്ലോട്ടഡ് ലൈൻ ഇസ് എ കോയാക്സിയൽ ലൈൻ ഓർ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോട്ട് കട്ട് ഇൻ ദ സെൻറ്റർ ഓഫ് എ ബ്രോഡ് വാൾ ഓഫ് എ റെക്ടാങ്കുലർ വേവ് ഗൈഡ്. നിങ്ങൾ EMFTയിൽ വേവ് ഗൈഡ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. റെക്ടാങ്കുലർ വേവ് ഗൈഡ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പണിങ്ങും എൻഡിങ്ങും റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു വേവ് ഗൈഡാണ് റെക്ടാങ്കുലർ വേവ് ഗൈഡ് എന്ന് പറയുന്നത്. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പിലായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഒരു വേവ് ഗൈഡിൻ്റെ വേവ് ഗൈഡിൻ്റെ ബ്രോഡ് വാള് എന്ത് ചെയ്യുന്നു, നമ്മളൊരു കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു സ്ലോട്ട് ഉണ്ട്. എ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ലോട്ട് കട്ട് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ബ്രോഡ് വാൾ ഓഫ് എ റെക്ടാങ്കുലർ വേവ് ഗൈഡ്. And the size of the waveguide vary depending on the frequency bands. For example, the inner dimension of the X-band waveguide are 2.286 cm into 1.016 cm.
അതായത് വേവ് ഗൈഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് മാറ്റും, ഫ്രീക്വൻസി ബാൻഡിനനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾ പോയിൻറ്റ്സ് എഴുതേണ്ടത് ദിസ് മെത്തേഡ് ഈസ് കൺവീനിയൻറ്റ് ആൻഡ് യൂസ്ഫുൾ അറ്റ് അത് എഴുതാം. പിന്നെ രണ്ടാമത്തെ പോയിന്റ് ഇവിടെ എഴുതുക, സ്ലോട്ടഡ് ലൈൻ ഈസ് എ കോയാക്സിയൽ ലൈൻ, അതുവരെ എഴുതുക. ആൻഡ് ദ സൈസ് ഓഫ് ദ വേവ് ഗൈഡ് വാരി ഡിപ്പെൻഡിങ് ഓൺ ദ ഫ്രീക്വൻസി ബാൻഡ്, ഇത്രയും വരെ എഴുതുക. ഓക്കെ, 3 പോയിൻറ്റ്സ് ഇവിടെ എഴുതുക. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ് പ്രൊസീജിയർ പറയുന്നതിന് മുന്നേ ആദ്യം സ്ലോട്ടഡ് വേവ് ഗൈഡിൻ്റെ അല്ലെങ്കിൽ സ്ലോട്ടഡ് ലൈനിൻ്റെ ഒരു ഫിഗർ നോക്കാം നമുക്ക്. ഇതാണ് സ്ലോട്ടഡ് ലൈനിൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ റെക്റ്റാങ്കുലർ വേവ് ഗൈഡ്, ഇതിപ്പോൾ നിങ്ങൾക്ക് ഇന്നർ മീൻസ് ക്രോസ് സെക്ഷൻ കാണുമ്പോൾ നമുക്ക് പിന്നെ ഇതുപോലെ തോന്നുമെങ്കിലും സർക്കുലർ ക്രോസ് സെക്ഷൻ പോലെ തോന്നുമായിരിക്കും. ആക്ച്വലി റെക്റ്റാങ്കുലർ വേവ് ഗൈഡാണ് നമ്മൾ സാധാരണ ആപ്ലിക്കേഷനിൽ ലബോറട്ടറി പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. നമ്മുടെ ലാബിലുണ്ട്, നിങ്ങൾക്ക് അടുത്ത സെമിസ്റ്ററിൽ ഒരു ലാബ് ചെയ്യാൻ തന്നെ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ലാബിൽ, അതിനകത്ത് യൂസ് ചെയ്യുന്ന സംഭവമാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതൊരു ഒരു കൊയാക്സിയൽ ലൈനാണ്. ഇതിനകത്ത് ഇന്നർ കണ്ടക്ടർ ഉണ്ട്, ഇവിടെ ഒരു ഇന്നർ കണ്ടക്ടർ ഉണ്ട്, പിന്നെ ഒരു ഡൈ ഇലക്ട്രിക് സപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ദെൻ ഔട്ടർ കണ്ടക്ടർ ഓഫ് കോയാക്സിയൽ കേബിൾ ഉണ്ട്. ഓക്കെ, ദെൻ സപ്പോർട്ട് ഉണ്ട്. ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു ആക്സിയൽ സ്ലോട്ട് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്ലോട്ട്, ലോഞ്ചിറ്റ്യൂഡിനൽ അല്ലെങ്കിൽ ബ്രോഡ് സൈഡിൽ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ലോഞ്ചിറ്റ്യൂഡിനലി ഒരു സ്ലോട്ട് കൊടുക്കുന്നു. ഓക്കെ, ഒരു ആക്സിയൽ സ്ലോട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഒരു പ്രോബ് ഉണ്ട്, പ്രോബ് ക്യാരിയേജ് ഉണ്ട്, പ്രോബ് മൗണ്ട് ഉണ്ട്. അതായത് പ്രോബ് മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് എടുത്തിട്ട് ഏതിലാണ് CROയിലാണെങ്കിൽ CRO, ഓസിലോസ്കോപ്പ് ആണെങ്കിൽ അത് മീറ്ററിലോട്ടാണെങ്കിൽ എങ്ങോട്ടാണെങ്കിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഈ പ്രോബ് ഇവിടെ നിന്നാണ്. ഈ മൗണ്ടിൻ്റെ ഇവിടെ ഒരു പ്രോബ് കണക്ട് ചെയ്യുന്ന സംഭവമുണ്ട്. പിന്നെ പ്രോബിൻ്റെ ഫൈൻ ട്യൂണിങ് ഒക്കെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്ത്, പ്രോബ് ട്യൂണിങ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ സംഭവം. പിന്നെ പ്രോബ് ഔട്ട്പുട്ട് ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്, പ്രോബ് ഔട്ട്പുട്ട് ഇവിടുന്ന് നമ്മൾ പ്രോബ് ടു ആംപ്ലിഫയർ ആൻഡ് ഇൻഡിക്കേറ്റർ അത് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇതിൻ്റെ മറ്റേ സൈഡിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻറ്റിന കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു സ്ലോട്ടഡ് ലൈനിൻ്റെ മാത്രം സ്ട്രക്ചറാണ്. കംപ്ലീറ്റ് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൻ്റെ അല്ലെങ്കിൽ ഇമ്പിഡൻസ് മെഷർമെൻറ്റിൻ്റെ കംപ്ലീറ്റ് സെറ്റപ്പില്ല, അതിനകത്തുള്ള സ്ലോട്ടഡ് ലൈനിൻ്റെ മാത്രം ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. ഇനി നമുക്ക് ബ്ലോക്ക് ഡയഗ്രം നോക്കാം. ഇതാണ് ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരുന്നത്, അതല്ലെങ്കിൽ ഇമ്പിഡൻസ് മെഷർമെൻറ്റിൻ്റെ ബ്ലോക്ക് ഡയഗ്രം വരുന്നത് ഇതാണ്. ഇതിനകത്ത് ഒരു മോഡുലേറ്റിംഗ് സിഗ്നൽ സോഴ്സ് ഉണ്ട്, ദെൻ ലോ പാസ് ഫിൽറ്റർ ഉണ്ട്, ഒരു സ്ലോട്ടഡ് ലൈൻ ഉണ്ട്. ഈ സ്ലോട്ടഡ് ലൈനിൻ്റെ ഫിഗറാണ് നമ്മൾ നേരത്തെ കാണിച്ചു തന്നത്. ഓക്കെ, ദെൻ സ്ലോട്ടഡ് ലൈനിൻ്റെ മറ്റേ എൻഡിൽ ആൻറ്റിന അണ്ടർ ടെസ്റ്റ് AUT എന്ന് പറയും, ചിലയിടത്ത് ഷോർട്ടായിട്ട് AUT എന്ന് പറയും. ആൻറ്റിന അണ്ടർ ടെസ്റ്റ് കണക്ട് ചെയ്യും. ദെൻ സ്ലോട്ടഡ് ലൈനിൻ്റെ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ സ്ലോട്ടഡ് ലൈന്, ഇങ്ങനെ ഒരു സ്ലോട്ടഡ് ലൈന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇവിടെ ഒരു വെർട്ടിക്കൽ സ്ലോട്ട് ഉണ്ടായിരുന്നു, ദെൻ ഇവിടെ ഒരു പ്രോബ് ഉണ്ടായിരുന്നു, ഒരു പ്രോബും മൗണ്ടും പ്രോബും എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്രോബ് കണക്ട് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ എൻഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻറ്റിന അണ്ടർ ടെസ്റ്റ് കണക്ട് ചെയ്യുന്നു. ഈ എൻഡാണ് നമ്മൾ ഇങ്ങോട്ട് ലോ പാസ് ഫിൽറ്റർ, മോഡുലേറ്റിംഗ് സിഗ്നലൊക്കെ വരുന്നത്. ദെൻ ഈ പ്രോബിൻ്റെ കണക്ഷനാണ് ഈ താഴോട്ട് കാണിച്ചിരിക്കുന്നത്. പ്രോബ് എന്നുള്ള സംഭവം നമ്മൾ എങ്ങോട്ട് കൊടുക്കുന്നു, ഡിറ്റക്ടർ, ദെൻ ആംപ്ലിഫയർ, ദെൻ ഇൻഡിക്കേറ്റർ ഓർ മൈക്രോ അമ്മീറ്റർ. ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളെ CROയോ ഓസിലോസ്കോപ്പോ എന്ത് വേണമെങ്കിലും ആവാം ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ നമുക്ക് മൈക്രോ അമ്മീറ്ററിലോട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്ലോട്ടഡ് ലൈനിൽ നിന്ന് നമുക്ക് മൂന്ന് ഓപ്പണിങ് അല്ലെങ്കിൽ 3 പോർട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മളെ ലെഫ്റ്റ് സൈഡ്, ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ലോ പാസ് ഫിൽറ്റർ, മോഡുലേറ്റിംഗ് സിഗ്നലൊക്കെ വരുന്നു. ഇത് റൈറ്റ് സൈഡിലോട്ട് വരുന്നത് ആൻറ്റിന അണ്ടർ ടെസ്റ്റ്. ദെൻ പ്രോബിൻ്റെ സെക്ഷൻ വരുന്നതാണ് ഈ താഴോട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഡിറ്റക്ടർ, ആംപ്ലിഫയർ, ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സംഭവം കാണിച്ചിട്ടുണ്ട്. ഇതാണ് ടോട്ടൽ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് വരുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നോക്കാം. അപ്പോൾ പ്രൊസീജിയർ എന്ന് പറയുന്നത്, മെഷർമെൻറ്റ് പ്രൊസീജിയർ പറയുന്നത്
connect the device and source as shown figure 8.4. First connect a short in place of the antenna under test. അപ്പോൾ അത് നമ്മൾ ഈ കണക്ഷൻസ് എല്ലാം ആ ബ്ലോക്ക് ഡയഗ്രത്തിൽ കാണിച്ച പോലെ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആൻറ്റിന അണ്ടർ ടെസ്റ്റ് കാണിച്ചിട്ടുണ്ട് അല്ലേ, അതിന് പകരം നമ്മളൊരു ഷോർട്ട്, അതായത് നമുക്ക് മാച്ച്ഡ് ഇംപിഡൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്, ഒരു നമുക്ക് ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട് മാച്ച്ഡ് ഇംപിഡൻസ് ഷോർട്ട്. അതിൻ്റെ എൻഡ് എന്ന് പറയുന്നത് ഷോർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വേറെ കണക്ഷൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏകദേശം റെക്ടാങ്കുലർ വേവ് ഗൈഡിൻ്റെ ഷേപ്പിലാണെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പിൽ അറ്റം ടെർമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം, അതിനെയാണ് നമ്മൾ ഷോർട്ട് എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റിന കണക്ട് ചെയ്യുന്നതിന് മുന്നേ ആ ടെർമിനൽ സ്ലോട്ടർ ലൈനിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഷോർട്ട് വെച്ചിട്ട് ടെർമിനേറ്റ് ചെയ്യാം. ഓക്കെ, മൂവിങ് ദ ഡിറ്റക്ടർ പ്രോബ് അലോങ് ദ സ്ലോട്ടർ ലൈൻ, നോട്ട് ഡൗൺ ദ reading in the microammeter at different positions of the probe along the slaughter line between generator and load positions. Plot standing wave patterns as shown in the figure. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആൻറ്റിന അണ്ടർ ടെസ്റ്റിന് പകരം നമ്മളിപ്പോൾ ഇവിടെ ഒരു മാച്ച്ഡ് ലോഡ് വെച്ചിട്ടാണ് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ എന്ത് ചെയ്യാം, പിന്നെ നമ്മൾ സ്ലോട്ടഡ് ലൈനകത്ത് ഇവിടെ വെർട്ടിക്കൽ സ്ലോട്ട് ഉണ്ട്, ദെൻ ഇവിടെ ഒരു പ്രോബ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ പ്രോബ് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ലോട്ടിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യുക, മൂവിങ് ദ ഡിറ്റക്ടർ പ്രോബ് അലോങ് ദ സ്ലോട്ടഡ് ലൈൻ, നോട്ട് ഡൗൺ ദ റീഡിങ് ഇൻ ദ മൈക്രോമീറ്റർ അറ്റ് ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓഫ് ദ പ്രോബ് അലോങ് ദ സ്ലോട്ടർ ലൈൻ. അപ്പോൾ നമ്മൾ ഈ പ്രോബ് ഇങ്ങനെ മൂവ് ചെയ്ത് ഒന്നില്ലെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, എക്സ്ട്രീം ലെഫ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യുക. ദെൻ ഓരോ പൊസിഷനിലും മൈക്രോമീറ്ററിലുള്ള റീഡിങ് നോക്കുക. ഓക്കെ, along the slaughter line between the generator and load position. Plot the standing wave patterns as shown in 8.5. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ പ്ലോട്ട് ചെയ്യാം. ഇതാണ് പിന്നെ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ എന്ന് പറയുന്നത് ഇതുപോലെ കിട്ടും. അതായത് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മിനിമ കിട്ടും. ഇപ്പോൾ വോൾട്ടേജ് ആണ് നമ്മൾ മെഷർ, അല്ലെങ്കിൽ കറണ്ടാണ് മെഷർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു മാക്സിമ കിട്ടും, ദെൻ മിനിമ കിട്ടും, ദെൻ മാക്സിമ കിട്ടും, മിനിമ, ദെൻ മാക്സിമ, ദെൻ മിനിമ, എഗെയിൻ മാക്സിമ, ദെൻ മിനിമ, അങ്ങനെയുള്ള ഇങ്ങനെ ഒരു നമ്മളെ സിനുസോയിഡൽ ഫോമിലുള്ള ഒരു വേവ് ഫോം കിട്ടും. അതല്ലെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഉള്ള വി മാക്സ് വി മിനിമ എന്നുള്ള, അതായത് ഒരു മാക്സിമ ഉണ്ടാവും, ഒരു മിനിമ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ഒരു വേവ് ഫോം നമുക്ക് അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ഇതാണ് സ്റ്റാൻഡിങ് വേവ് പാറ്റേൺസ് ഫോർ ഷോർട്ട് ആൻഡ് AUT. അതായത് ആദ്യത്തെ ഇതാണ് സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോർ ഷോർട്ട്. ആദ്യത്തെ ഫിഗറാണ് സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോർ ഷോർട്ട് വരുന്നത്. ഇതാണ് സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഫോർ ഷോർട്ട് ഇതാണ് വരുന്നത്. ഇനി എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീപ്ലേസ് ദ ഷോർട്ട് ബൈ ആൻറ്റിന അണ്ടർ ടെസ്റ്റ്. ഓക്കെ, ആൻഡ് റിപ്പീറ്റ് ആസ് ഇൻ സ്റ്റെപ്പ് 1. The standing wave patterns for the antenna connected is plotted in figure 8.5. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് എന്ത് ചെയ്യണം, ഇവിടെ ആൻറ്റിന അണ്ടർ ടെസ്റ്റ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം നമ്മൾ ഇതിന് പകരം ഒരു ഷോർട്ട് കണക്ട് ചെയ്യണം. ദെൻ സ്ലോട്ടഡ് ലൈനിൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് വേവ് ഫോം ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടി. അത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന പോലത്തെ പ്ലോട്ട് കിട്ടും. ഷോർട്ടിൽ ഇതുപോലത്തെ പാറ്റേൺ ആണ് കിട്ടുക. ദെൻ എന്ത് ചെയ്യണം, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഷോർട്ടിന് പകരം ഏത് ആൻറ്റിനയാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ആൻറ്റിന ടെസ്റ്റിംഗ് ആൻറ്റിന അണ്ടർ ടെസ്റ്റ് നമ്മളിവിടെ കണക്ട് ചെയ്യണം. എഗെയിൻ പ്രോബ് മൂവ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറെൻറ്റ് പൊസിഷനിലുള്ള വാല്യൂസ്, അതായത് ഇത് നമ്മൾ സ്ലോട്ടർ ലൈൻ ആണെങ്കിൽ ഈ പ്രോബ് ഇങ്ങനെ ഇവിടെ ഒരു സ്ലോട്ട് ഉണ്ടാവും. ഈ സ്ലോട്ടിലൂടെ പ്രോബ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഡിറ്റക്ടറിൽ അല്ലെങ്കിൽ മൈക്രോ അമ്മീറ്ററിലുള്ള റീഡിങ് നോട്ട് ചെയ്യുക. ദെൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേവ് ഫോം ഈ ഷേപ്പിൽ കിട്ടും. ഇവിടുത്തെ രണ്ടാമത്തെ പാറ്റേൺ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺസ് ഫോർ ഷോർട്ട് ആൻഡ് AUT ആൻറ്റിന അണ്ടർ ടെസ്റ്റ്. ഈ ഷേപ്പിൽ ഒരു വി മാക്സ് വി മിനി ഓൾമോസ്റ്റ് ഒരു സിനുസോയിഡൽ ഫോമിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ എന്ത് ചെയ്യണം, ഇപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇത് ജനറേറ്റർ എൻഡാണ്, ദാറ്റ് മീൻസ് ലെഫ്റ്റ് സൈഡ് ആണ് വരുന്നത്. ഇത് ആൻറ്റിന എൻഡ്, ദാറ്റ് മീൻസ് റൈറ്റ് എൻഡ് ആണ് വരുന്നത്. ദെൻ അതിൻ്റെ ഇടയിലുള്ള വേവ് ഫോമിൻ്റെ ഷേപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ അടുത്തത് ഫൈൻഡ് VSWR ഫ്രം, നമുക്ക് ഇക്വേഷൻ VSWR വോൾട്ടേജ് സ്റ്റാൻഡിങ് വേവ് റേഷ്യോ എന്നാണ് VSWRൻ്റെ ഫുൾ ഫോം വരുന്നത്.
അത് കണ്ടുപിടിക്കണം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് S=I max/I minima, ദാറ്റ് ഈസ് ഈക്വൽ ടു V max/V minima. വോൾട്ടേജ് സ്റ്റാൻഡിംഗ് വേവ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി മാക്സ്, ഇതാണിപ്പോൾ നമ്മൾ വോൾട്ടേജ് ആണ് മെഷർ ചെയ്യുന്നതെങ്കിൽ ഇതാണ് വി മാക്സ്, ഇതാണ് വി മിനിമ, ഈ പോയിൻ്റാണ് വി മിനിമ, വി മാക്സ് ഡിവൈഡ് ബൈ വി മിനിമ. ഇനി ഇതിന് പകരം നമ്മൾ കറണ്ടാണ് അമ്മീറ്ററിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. നമുക്ക് ഇപ്പോൾ വി മാക്സ് വി മിനിമ നമ്മൾ ഓസിലോസ്കോപ്പിലോട്ടോ അല്ലെങ്കിൽ CROയിലോട്ടോ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വി മാക്സും വി മിനിമമാണ് മെഷർ ചെയ്യുക. അമ്മീറ്ററിലോട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഐ മാക്സ് ഐ മിനിമ നോട്ട് ചെയ്യും, അതിനകത്തുനിന്ന് VSWR മെഷർ ചെയ്യുക. ഓക്കെ, then note down the minimum positions in the standing wave patterns both for short and AUT. Let them PS and PA respectively. Let the distances of PS and PA from the arbitrary slaughter line 0 be DS and DA respectively. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വേവ് ഫോം കിട്ടിയിരിക്കുന്നത്. അതായത് ഇത് ഷോർട്ടിൻ്റെ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ, ഇത് നമ്മുടെ ആൻറ്റിനയുടെ ടെസ്റ്റിൻ്റെ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ. ഇനി എന്ത് ചെയ്യാം, ഈ രണ്ടെണ്ണത്തിലും എന്ത് ചെയ്യാം, മിനിമ പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. അപ്പോൾ മിനിമ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് നമ്മൾ ഷോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത്. അതിലത്തെ മിനിമ എന്ന് പറയുന്നത് ഇതാണ്, ഈ പോയിൻ്റാണ് മിനിമം വരുന്നത്. അതുപോലെ കുറേ മിനിമാസ് ഉണ്ട്, അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഈ മിനിമം ആണ് എടുത്തിരിക്കുന്നത് വിചാരിക്കുക. അപ്പോൾ അതാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റിനെ ഇവിടെ PS എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് എന്ത് ചെയ്യണം, ഷോർട്ടിന് പകരം ആൻറ്റിന അണ്ടർ ടെസ്റ്റ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളെ വേവ് ഫോം വരുന്നത്, ഇതാണ്. ഇപ്പോൾ ഇതിലത്തെ മിനിമം പോയിൻ്റ് എന്ന് പറയുന്നത് ഈ പോയിൻ്റ് വരുന്നു. ഓക്കെ, വി മിനിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻ്റ് PA എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലോട്ടർ ലൈൻ 0 എന്ന് പറഞ്ഞ ഒരു പോയിൻ്റ് അസ്യൂം ചെയ്യാം. അത് സ്ലോട്ടർ ലൈൻ 0 എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ P0 എന്ന് പറഞ്ഞിട്ടൊരു പോയിൻ്റ് എടുത്തിട്ടുണ്ട്. സ്ലോട്ടർ ലൈൻ 0 എന്ന് പറഞ്ഞിട്ട് P0 എന്ന് പറഞ്ഞൊരു പോയിൻ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ P0 എന്ന് PSലോട്ടും P0 എന്ന് PAയിലോട്ടുള്ള ഡിസ്റ്റൻസസ് മെഷർ ചെയ്യാം. ഓക്കെ, അപ്പോൾ P0 എന്ന് PSലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, അതിനെ നമ്മൾ DS എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. അതുപോലെ P0 എന്ന് PAയിലോട്ടുള്ള ഡിസ്റ്റൻസിനെ DA എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ വരുന്നത്. രണ്ട് ഫിഗറിലെയും മിനിമ പോയിൻറ്റ്സ് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ മിനിമ പോയിൻ്റ് എടുത്തു. ഇനിയിപ്പോൾ ഇത് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇത് നമുക്ക് വേണമെങ്കിൽ മിനിമ ആയിട്ട് എടുക്കാം. ഈ പോയിൻ്റ് മിനിമ ആയിട്ട് എടുക്കുന്നെങ്കിൽ ഇവിടെ നമ്മൾ PS എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഇത് നമ്മൾക്ക് സ്ലോട്ടർ ലൈൻ്റെ ഫിഗറിൽ താഴെ കാണിച്ചിട്ടുണ്ടാവും. താഴെ അങ്ങനെ ഒരു സ്കെയിലുണ്ട്. ഓക്കെ, നമ്മളൊരു വെർണിയർ സ്കെയിൽ ഉണ്ടാവും, അതിലത്തെ റീഡിംഗ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇത് PS ആയിട്ട് എടുത്തു, ഇത് നമ്മൾ എന്തായിട്ട് എടുത്തു, PA ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ഇത് PA ആയിട്ട് എടുത്തു. ഇവിടെ എവിടെയെങ്കിലും ഉള്ള ഒരു പോയിന്റ് നമ്മൾ സ്ലോട്ടർ ലൈനിൻ്റെ 0 എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. കുറേ വേവ്സ് വരികയാണെങ്കിൽ അതിനകത്ത് നിന്ന് ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് റാൻഡമായിട്ട് ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഫിഗറിനകത്ത് ഇപ്പോൾ ഏറ്റവും എക്സ്ട്രീം എൻഡിലുള്ള 2 വാല്യൂസ് എടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, DS-ൻ്റെ വാല്യൂം DAയുടെ വാല്യൂം കിട്ടി. അതെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് അല്ലേ, D എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ് വരുന്നത്. ദെൻ ആ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, ഫൈൻഡ് D = മാഗ്നിറ്റ്യൂഡ് ഓഫ് PA - PS ഇഫ് PA ഈസ് ക്ലോസർ ടു ജനറേറ്റർ ആൻഡ് D = PS - PA ഇഫ് PS ഈസ് ക്ലോസർ ടു ജനറേറ്റർ. ഓക്കെ, അടുത്തത് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, D ആണ് കണ്ടുപിടിക്കേണ്ടത്. D എന്ന് പറയുന്നത് എന്താ, PA - PS ആണ്. PA - PS, അതായത് ഈ ഡിസ്റ്റൻസ് PA - PS ആണ് D എന്ന് പറയുന്നത്. അത് എപ്പോഴാണ് ആദ്യം നമ്മൾ എടുക്കുന്നത്, എപ്പോഴാണ്, ഇഫ് PA ഈസ് ക്ലോസർ ടു ജനറേറ്റർ. PA എന്ന് പറയുന്നത് ജനറേറ്ററിന് ക്ലോസ് ആണെങ്കിൽ, ജനറേറ്റർ എൻ്റെ ഇതാണ് വരുന്നത്. അപ്പോൾ PA എന്ന് പറയുന്നത് ജനറേറ്ററിന് ക്ലോസ് ആണെങ്കിൽ നമ്മൾ എന്ത് എടുക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് PA - PS എടുക്കുക. ഓക്കെ, ഇനി PAക്ക് പകരം ഇഫ് PS ഈസ് ക്ലോസർ ടു ജനറേറ്റർ ആണെങ്കിൽ നമ്മൾ എന്തെടുക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് PS - PA എടുക്കുക. ഓക്കെ, അതായത് നമ്മൾ സപ്പോസ് ഈ ഫിഗറിനകത്ത് ഇവിടെ ഇതാണ് നമ്മൾ PS എടുത്തു എന്ന് വിചാരിക്കുക, ഇത് PS എടുത്തു, ഈ ഫിഗറിൽ ഇതുപോലെ തന്നെ ഇത് PA എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ D = എന്ന് പറഞ്ഞിട്ട് ഏതാ എടുക്കേണ്ടത്, D = എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് PS - PA എടുക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഏത് പോയിന്റ് വേണമെങ്കിലും PS ആയിട്ടും PA ആയിട്ടും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ,
ദെൻ ഇപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്തത് ചെയ്യേണ്ടത് ഡിറ്റർമിൻ ദ ഇൻപുട്ട് ഇമ്പിഡൻസ് ഓഫ് ദ ആൻറ്റിന ഫ്രം ദ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആൻറ്റിനയുടെ ഇൻപുട്ട് ഇമ്പിഡൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ZA = Z0 × S / cos² βd പ്ലസ് S² sin² βd പ്ലസ് J × S² - 1 × sin βd cos βd / cos² βd പ്ലസ് S² × sin² βd. കുറച്ച് വലിയൊരു ഇക്വേഷനാണ്. വേർ S ഈസ് VSWR നമ്മൾ നേരത്തെ പറഞ്ഞു, Vmax / Vmin അല്ലെങ്കിൽ Imax / Imin. ബീറ്റ എന്ന് പറയുന്നത് 2π/λg ആണ്. വേർ λg ഈസ് ദ ഗൈഡഡ് വേവ് ലെങ്ത് ആണ്. ആൻഡ് Z0 എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പിഡൻസ് ഓഫ് ദ ലൈൻ ആൻഡ് ZA ഈസ് ദ ആൻറ്റിന ഇമ്പിഡൻസ്. And the antenna impedance ZA is also found from the knowledge of reflection coefficient, that is ZA = Z0 × 1 plus magnitude of rho angle theta divided by 1 minus magnitude of rho angle theta. അത്രയും ഓമാണ്. വേർ magnitude of rho is the reflection coefficient magnitude, that is magnitude of reflected voltage to incident voltage, that is equal to VSWR - 1 divided by VSWR plus 1, that is S - 1 divided by S plus 1, that is rho equal to എന്താണ് magnitude of rho angle theta. And theta എന്ന് പറയുന്നത് എന്താണ്? Theta = 720 degree into D by λg minus 1/4, where D is the distance of voltage minimum from antenna. ഡി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാഗ്നിറ്റ്യൂഡ് ഓഫ് PS - PA അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് PA - PS എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ZAയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2 ഇക്വേഷൻ വരുന്നുണ്ട്. ആദ്യത്തെ ഇക്വേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഈ രണ്ടാമത്തെ ഇക്വേഷൻ മാത്രം പഠിക്കുക. ZA = Z0 × 1 plus magnitude of rho angle theta divided by 1 minus മാഗ്നിറ്റ്യൂഡ് ഓഫ് റോ ആംഗിൾ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, ഇമ്പിഡൻസ് മെഷർമെൻറ്റ് വരുന്നത്. 2 മെത്തേഡ്, വീറ്റ് സ്റ്റോൺ ബ്രിഡ്ജ് മെത്തേഡ് ആൻഡ് സ്ലോട്ടർ ലൈൻ മെത്തേഡ്. അപ്പോൾ രണ്ടിൻ്റെയും ഫിഗർ, എക്സ്പ്ലനേഷൻസ്, അതായത് പ്രൊസീജിയർ, ആവശ്യത്തിന് വേണ്ട ഇക്വേഷൻസ് എല്ലാം പോയിൻറ്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ.